ആവശ്യങ്ങൾ നിറവേറ്റും വരെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് കർഷകർ. ദേശീയ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ അതിർത്തികൾ അടച്ചിരിക്കുന്നതിനാൽ മാസങ്ങളോളം നീണ്ടുനിൽക്കുന്ന റേഷനും ഡീസലും ഒക്കെ കരുതിക്കൊണ്ടാണ് കർഷകർ മുന്നോട്ടു പോകുന്നത്. ട്രാക്ടറുകളും ട്രോളികളും ഉപയോഗിച്ച് നടത്തുന്ന മാർച്ച് പരാജയപ്പെടുത്താൻ ഡീസൽ നൽകുന്നില്ലെന്ന് കർഷകർ ആരോപിക്കുന്നുണ്ട്. സൂചി മുതൽ ചുറ്റിക വരെ കല്ല് പൊട്ടിക്കാനുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ ട്രോളികളിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാമുണ്ട്. 6 മാസത്തെ റേഷനുമായി ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമം വിട്ടു. ഹരിയാനയിൽ നിന്നുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പോലും ആവശ്യത്തിന് ഡീസൽ ഞങ്ങളുടെ പക്കലുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കർഷകർ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 13 മാസമായി ഞങ്ങൾ കുലുങ്ങിയില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ സർക്കാർ വാഗ്ദാനം പാലിച്ചില്ല. ഇത്തവണ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു പോകൂ എന്നാണ് കർഷകരുടെ പ്രതിജ്ഞ. കർഷകരുടെ സമരത്തിന് ഡൽഹി സർക്കാരിന്റെയും പഞ്ചാബ് സർക്കാരിന്റെയും പിന്തുണയുണ്ട്. സമരത്തെ നേരിടാൻ കേന്ദ്ര സർക്കാർ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്ങുവില ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാർ അംഗീകരിക്കാതെ വന്നതോടെയാണ് കർഷകർ സമരം പ്രഖ്യാപിച്ചത്. 20,000-ഓളം കർഷകർ 2,000 ട്രാക്ടറുകളുമായി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുമായി പരമാവധി സഹകരിച്ചെന്ന് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നുണ്ട്. മന്ത്രിമാരുമായി മണിക്കൂറുകൾ ചർച്ച നടത്തി. ഹരിയാനയിലെ എല്ലാ ഗ്രാമങ്ങളിലും പോലീസും ജലപീരങ്കിയുമുണ്ട്. ഹരിയാനയിലെ കർഷകരെ സർക്കാർ പീഡിപ്പിക്കുകയാണെന്നും കർഷക സംഘടനാ നേതാവ് സർവൻത് സിംഗ് പാന്തർ ആരോപിക്കുന്നുണ്ട്. കർഷക സമരത്തിന് AAP സർക്കാർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഭവാന സ്റ്റേഡിയം ജയിലാക്കണമെന്ന ആവശ്യം ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് തള്ളി. കർഷകരുടെ ആവശ്യം ന്യായമാണെന്നാണ് AAPയുടെ നിലപാട്. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നുമാണ് മന്ത്രി പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസം കർഷകരുടെ ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചതിനു പിന്നാലെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പോലീസുകാരുമായി സംഘർഷമുണ്ടായിരുന്നു. ശംഭു അതിർത്തിയിൽ വെച്ച് കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ പോലീസിന് നേരെ കല്ലെറിഞ്ഞതിന് പിന്നാലെയാണ് നടപടിയുണ്ടായത്. പ്രതിഷേധിച്ച കർഷകർ പാലത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ബാരിക്കേഡുകൾ ബലം പ്രയോഗിച്ച് നീക്കാനും ശ്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. കർഷകർ സിമന്റ് ബാരിക്കേഡുകൾ ട്രാക്ടറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ വഷളായത്. പോലീസ് സുരക്ഷ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പാലത്തിന് കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു. ഈ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇവർ ബാരിക്കേഡുകൾ തള്ളിയിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ANI പുറത്തുവിട്ടിട്ടുണ്ട്. ഇതോടെ പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു. കുറച്ചുനേരം കണ്ണീർവാതകം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചത്. നേരത്തെ ഒരു സംഘം കർഷകരെ പോലീസ് തടഞ്ഞിരുന്നു. കർഷകരുടെ വാഹനങ്ങളും പിടിച്ചെടുത്തിരുന്നു. കർഷക സംഘത്തിന് രാജ്പുര ബൈപ്പാസ് കടക്കാനുള്ള അനുമതി നൽകിയത് പഞ്ചാബ് പോലീസാണ്. തുടർന്ന് ഹരിയാനയിലെ അംബല വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കാനായിരുന്നു നിർദ്ദേശം. സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും ഉൾപ്പെടെ 200-ലധികം കർഷക യൂണിയനുകളാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് വൻ സന്നാഹങ്ങൾ തന്നെയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്.